ജീവനക്കാർക്കെതിരെ വടിയെടുത്ത് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അഴിമതിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും എടുക്കാത്ത നടപടിയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ അവിടെ സ്വീകരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെച്ച വാർത്ത തെളിയിക്കുന്നത്. 68,000-ത്തിലധികം സർക്കാർ ജീവനക്കാരുടെ ജനുവരി മാസത്തെ ശമ്പളമാണിപ്പോൾ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ആസ്തികളുടെ വിവരം സർക്കാർ പോർട്ടലിൽ കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യാത്തതാണ് ശമ്പളം തടയാനുള്ള കാരണമായി വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ സർക്കാർ ജീവനക്കാർക്ക് നേരെ കർശന നടപടിയെടുക്കാൻ യോഗി തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, അഴിമതി തുടച്ചു നീക്കിക്കൊണ്ട് ഭരണ സംവിധാനത്തെ അവിടെ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണിപ്പോൾ ഇത്തരമൊരു രീതി അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് മാനവ സംവാദ എന്ന ഒരു പോർട്ടലിൽ ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ചീഫ് സെക്രട്ടറി SP യോഗാൽ ആണ് പലതവണ മുന്നറിയിപ്പ് നൽകിയെങ്കിൽ പോലും അത് ഗവനിക്കാതെ വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ യോഗി സർക്കാർ ഇത്തരത്തിൽ ഒരു ഇരുട്ടടി നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന കാര്യം. ശമ്പളം തടഞ്ഞതിന് പിന്നാലെ തന്നെ വിവരങ്ങൾ സമർപ്പിക്കുന്നതിൽ ഇനിയും കാലതാമസം വരുത്തിയാൽ അവിടെ അച്ചടക്ക നടപടി എടുക്കുമെന്നും സർക്കാർ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ വലിയ രീതിയിൽ ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ജീവനക്കാർ. ഒരു വഴിമുട്ടിയ സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലും ഇവർ ഇത്തരത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും ശമ്പളത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കീർണമായ അവസ്ഥ അതിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ശമ്പളം മുടങ്ങിയവരിൽ താഴെ തട്ടിലുള്ള ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഉൾപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് C വിഭാഗത്തിൽപ്പെട്ട 34,926 ജീവനക്കാർ, ഗ്രൂപ്പ് Dയിൽ ഉൾപ്പെട്ട 22,624 പേരും, അതേപോലെ തന്നെ ഗ്രൂപ്പ് Bയിൽ ഉൾപ്പെട്ട 7,204 ഓഫീസർമാരും, ഗ്രൂപ്പ് Aയിൽ ഉൾപ്പെട്ട 2,628 ഉന്നത ഉദ്യോഗസ്ഥർ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ പ്രധാന വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു മാറ്റം അല്ലെങ്കിൽ ഈ ആസ്തി വിവരം മറച്ചുവെക്കാൻ ഭൂരിഭാഗം പേരും ശ്രമിച്ചതായി തന്നെയുള്ള ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ യു.പിയിൽ നടക്കുന്ന ഓരോ അഴിമതിക്കെതിരെയും യോഗി സർക്കാർ കർശനമായ നടപടി തന്നെയാണ് ഈ നാളുകളിലെല്ലാം തന്നെ സ്വീകരിച്ചു പോരുന്നത്. അതേസമയം 2026 ബഡ്ജറ്റിനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നത്. ഈ ബഡ്ജറ്റ് ആകട്ടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഉയർത്തുന്നതാണെന്ന് അത് ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ്. മാത്രമല്ല, പുതുതായും വികസിതവുമായ ഇന്ത്യയുടെ ദർശനം വ്യക്തമായി തന്നെ പ്രതിഫലിക്കുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ആയുഷ്, ആരോഗ്യ മേഖലകളിൽ ഊന്നൽ, എല്ലാ ജില്ലകളിലും അവിടെ സ്ത്രീകൾക്കായി തന്നെ ഹോസ്റ്റലുകളുടെ നിർമ്മാണം, എല്ലാ മേഖലയിലും യുവാക്കൾക്ക് അവസരങ്ങൾ, വിവിധ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്നിവ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതും എടുത്ത് ശ്രദ്ധേയമായി അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ബജറ്റ് കൂടുതൽ സഹായകരമാകുമെന്ന് തെളിയിക്കപ്പെട്ടു എന്നും അദ്ദേഹം ഇതിലൂടെ തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.